നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഭൂഗർഭ കേബിൾ കുഴികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. പലയിടങ്ങളിലും റോഡുകൾ കുഴിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. ചിലയിടങ്ങളിൽ ഇതുമൂലം കുടിവെള്ള പ്രശ്നങ്ങളും രൂക്ഷമാണ്. മൈലൂർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും നടത്തുന്ന ഭൂഗർഭ കേബിൾ ജോലികളാണ് റോഡ് കുഴിച്ച് അപകടക്കണിയാക്കി കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നത്. KSEBയുടെ അശ്രദ്ധമായ ജോലികൾ കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കഴിഞ്ഞ 5 ദിവസമായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടൊപ്പം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ സമാന്തര പാതയായ പുതുപ്പാടി ഊന്നുകൽ റോഡും കേബിൾ വർക്ക് കൊണ്ട് തകർന്ന് അപകടക്കുഴിയായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാറിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടിന്റെ ഭാഗമായി മൈലൂർ KSEBയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 ആഴ്ചയോളമായി ഈ റോഡ് ഇവിടെ കുഴിച്ച് ഏകദേശം വട്ടക്കുടിപിടി ഏരിയ മുതൽ മൈലൂർ കവല വന്നിട്ട് ലൈബ്രറിയുടെ ഭാഗം കക്കാട്ടൂർക്ക് പോകുന്ന വഴി ഈ വഴി ആകെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈലൂർ കവലയിൽ നിന്ന് ലൈബ്രറിയുടെ താഴോട്ട് പോകുന്ന റോഡ് കനാലിൻ്റെ ഏരിയ വരെ അവിടെ കുഴിച്ച് വലിയ തെറ്റില്ലാത്ത സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് ആ കുഴിച്ച് വഴിയാത്രക്കാർക്കോ വണ്ടിക്കോ സ്കൂൾ ബസ്സിനോ പോകാൻ പറ്റാത്ത രീതിയിലാണ് കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ കുഴിച്ച് KSEB ഇതിൻ്റെ 56 ഏക്കറിലോട്ട് പോകുന്ന കേബിൾ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് അത് കുഴിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൽ ഈ വഴി ആര് നന്നാക്കുമെന്നോ ഈ വഴിയുടെ PWDൻ്റെ വർക്ക് ഏറ്റെടുക്കുമെന്നോ ഇതിൽ പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളമില്ലാത്തും എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ഈ മൈലൂർ ഭാഗത്ത് നിന്ന് പോകുന്ന പൈപ്പ് വഴിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലകളിലോട്ടും വെള്ളമെത്തുന്നത്. KSEB ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെടുമ്പോൾ KSEBയെയും പഴിചാരുന്നതല്ലാതെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. പല സ്ഥലത്തും ഏറെ താഴ്ചയുള്ള കുഴികൾ കുഴിച്ചിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാതെ ഇരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകട സാധ്യത പരിഹരിക്കുന്നതിനും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.